എനിക്കുണ്ടല്ലോ ഒരുമാതിരിപ്പെട്ട ആക്രിമാക്രി സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിൽ പെട്ടതാണ് ഈ സ്വിഗ്ഗി സൊമാറ്റോ എന്ന് ഫുഡ് വാങ്ങുമ്പോൾ കൂടെ കിട്ടുന്ന ഈ കട്ട്ലറീസ് ഒക്കെ ഇല്ലേ, അത് കളക്ട് ചെയ്ത് വെക്കുന്നത്. എനിക്ക് ഈ കളേഴ്സ് കാണുമ്പോൾ, അല്ലെങ്കിൽ ക്രാഫ്റ്റ്സ്, DIY, എംബ്രോയ്ഡറി, സ്റ്റിച്ചിങ് അതൊക്കെ ചെയ്യുമ്പം എവിടുന്നാന്നറിയാത്തൊരു സന്തോഷം കിട്ടും. അതൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ് മേക്സ് മൈ മൈൻഡ് കാം ആൻഡ് പീസ്ഫുൾ. ഇന്ന് ഞാൻ ഈ ഡിസ്പോസിബിൾ സ്പൂൺസൊക്കെ വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് തോന്നിയപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ഐഡിയാസ് കിട്ടി. ഇൻഫാക്റ്റ് ഐഡിയാസൊക്കെ കിട്ടുമെങ്കിലും ചെയ്യാനൊരു മൂഡ് ഉണ്ടാവാറില്ല. ആക്ച്വലി കുറേ നാളായി ഇതൊക്കെ ചെയ്തിട്ട്. മേ ബി വെൻ ഐ വാസ് ഇൻ സ്കൂൾ. എൻ്റെ ബെസ്റ്റ് മെമ്മറീസൊക്കെ സ്കൂൾ ടൈമിലാണ്. ഐ നെവർ വാണ്ടഡ് ടു ഗ്രോ അപ്പ്. വേഴ്സ് മെമ്മറീസും ഉണ്ട് കേട്ടോ. കോളേജ് എത്തിയപ്പോഴേക്കും ഇതുപോലുള്ള എൻ്റെ ക്രിയേറ്റീവ് സൈഡ്സൊക്കെ പൂട്ടിക്കെട്ടി പെട്ടിയിലാക്കേണ്ടി വന്നു. പിന്നെ അവിടെ ഒരു ജയിൽ പോലെ അതുമുതലൊരു ഓട്ടമായിരുന്നു. ഞാനിത് പറഞ്ഞ് വേറെ സ്ഥലത്തെത്തിയല്ലോ. ഇതെനിക്ക് സ്ഥിരമുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ സ്പൂൺസ് വെച്ച് സ്പൂൺ പപ്പറ്റ്സിനെ ആണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് കേട്ടോ. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. എൻ്റെ കയ്യിൽ സ്കെച്ച് പെൻസൊക്കെ തീർന്നു പോയി. സോ കളർ പെൻസിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഫേസ് ചെയ്തെടുക്കുന്നത്. സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണുമായിരുന്നു. വാങ്ങണം. ഇതിപ്പോൾ ഏതായാലും ഇത് വെച്ച് ഒപ്പിക്കാം. ഹെയറിന് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം ഒരു ഡാർക്ക് പിങ്ക് കൊണ്ട് ഹെയർ ലൈൻ ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അത് കഴിഞ്ഞ് ബ്ലാക്ക് സ്കെച്ച് വെച്ച് കണ്ണും വായും ഒക്കെ വരച്ച് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വെച്ച് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്താൽ ഫേസ് സെറ്റായി. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മാഗസീൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊരു ഉടുപ്പ് സെറ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമുള്ള കളർ പേജ് വെച്ച് അത് വെട്ടിയെടുത്തൊരു ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാൽ മതി. ഇതിൻ്റെ കാലുകൂടെ വരച്ചതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് എൻ്റെ ഫേവറേറ്റ്. നമ്മളിവിടെ നല്ല തിക്നെസ്സുള്ള നൂല് വെച്ചിട്ട് മുടി ശരിക്കും മടഞ്ഞെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ നോർമലി നമ്മുടെ ഗേൾസിൻ്റെ മുടി മടഞ്ഞെടുക്കൂലേ, അതുപോലെ മടഞ്ഞെടുക്കാം. ലാസ്റ്റ് അറ്റത്ത് വേറൊരു കളർ നൂല് കൊണ്ട് റിബൺ കിട്ടുന്ന പോലെ കിട്ടാം. ഇതുപോലെ 2 ചെയ്തെടുത്താൽ പിന്നെ സ്പൂണിൻ്റെ ബാക്കിലായിട്ട് ഹെയർ ഒരു ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാൽ മതി. ഇത് ഉണങ്ങാതെ തിരിച്ച് വെക്കരുത് കേട്ടോ. കമിഴ്ത്തി തന്നെ വെക്കണം. ഡ്രൈ ആവാതെ വെച്ചാൽ പിന്നെ ആ ഹെയർ അങ്ങ് ഇളകിപ്പോരും.